അവളുടെ പുക കാണണോ അതോ നല്ല നാടൻ ചൂരൽ ഉപയോഗിച്ച് നല്ല പെട കൊടുത്തിട്ട് ആ കളക്ടർ കസേരയിൽ നിന്ന് ഇറങ്ങി ഓടിക്കോന്ന് പറയണോ? ചങ്കിനെ എടുത്ത് അകത്തിട്ട് എന്റെ പക ഉള്ളിലുള്ളതല്ലേ? പറ, എന്ത് ചെയ്യണം? പറഞ്ഞാ ചെയ്യുവോ? നമുക്കൊന്നിച്ചിവിടിരുന്ന് കാറ്റ് കൊള്ളാന്നേ. അപ്പൊ നീ കാറ്റ് കൊള്ളാൻ വന്നിരിക്കുന്നവനല്ല, വാങ്ങിച്ചു കൂട്ടാൻ വന്നിരിക്കുന്നവനാ. അതിപ്പോ കൊടുക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും ഒരു ധാരണയിലെത്തിയാലല്ലേ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റൂ. ഞാൻ എന്തായാലും റെഡിയാ. നീ റെഡിയാണോന്ന് മാത്രം പറഞ്ഞാ മതി. തുടക്കം ഞാൻ അങ്ങിട്ടോളാം. നീ ആരടാ? അധോലോകം ഉണ്ടയോ? ഒരിക്കലേ എനിക്ക് പറ്റിപ്പോയ അബദ്ധത്തിന്റെ പേരിൽ രക്ഷപ്പെട്ടവനാ നീ. അന്ന് അവിടെ ഇട്ട് തീർക്കാൻ പറ്റാൻ ഞാൻ കുഴപ്പമാ. അതാ നീ ഇപ്പോ അഹങ്കാരത്തോടെ എന്റെ മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നത്. അടങ്ങടാ, തിളയ്ക്കാതെ. കഷ്ടകാലം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാ ഏത് ഞാഞ്ഞൂലും തലപൊക്കുവെന്നാ പറയുന്നേ. എന്ന് വെച്ച് ആളും തരവൊക്കെ നോക്കണ്ടേ? എന്താ നിന്റെ ഉദ്ദേശം? അന്ന് അവിടെ വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റഞ്ഞത് ഇന്ന് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കോ? പണിക്കൂറ്റം തീർത്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാലേ ചീഞ്ഞ് നാറുമ്പോഴേ നാട്ടുകാർ വിവരം അറിയൂ. പ്ലാമൂട്ടിലെ യോഹന്നാനും ഇങ്ങനെ തന്നെ. ആ നാവ് കൊണ്ടേ ആളെ കൊല്ലു. ആയുധം എടുത്താ കയ്യും കാലും വിറയ്ക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ആയുധം എടുക്കുകയും ചെയ്യും, കൃത്യമായിട്ട് കൊള്ളന്റെ അടുത്ത് കൊള്ളിക്കുകയും ചെയ്യും. നീ ആർക്ക് നേരെയാ കളിച്ചെന്നറിയാമോ? മാണിക്കോത്തും മഹേന്ദ്രന് നേരെ. അങ്ങനെ ഒരു ആലോചന നിന്റെ ഈ കൊച്ചു തലയ്ക്കകത്ത് വന്നപ്പോ തന്നെ നിന്റെ ഈ തലയുടെ കാര്യം പോയതാ. ഇനി നീ ഈ കാര്യം ചിന്തിക്കണ്ട. നിനക്കിനി ഈ പേട്ട് തല വേണ്ട. ചാച്ചപ്പനെ കയ്യിലെടുത്ത് നീ കളിച്ച കളിക്ക് ഒരു മറുപണി. അത്രയും വിചാരിച്ച മതി ഇത്. ഇനി ഇതിന്റെ ചൂടും ചൂരും തീരും മുമ്പ് പുതിയ തന്ത്രങ്ങളുമായിട്ട് നീയും നിന്റെ അപ്പനും കൂടി വന്ന പിന്നെ രണ്ടുപേർക്കും കൂടെ ഒറ്റ കുഴി പള്ളിപ്പറമ്പിൽ കുത്താൻ പറഞ്ഞിട്ട് വേണം വരാൻ. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? നിനക്ക് പോവാനുള്ള വാഹനം എത്തിയിട്ടുണ്ട്. എത്ര നേരത്തെ വിളിച്ചു പറഞ്ഞാലും നായകൻ വില്ലനെ അടിച്ചിട്ട ശേഷം പോലീസ് വരും എന്ന പഴയ സിനിമയിലെ ക്ലൈമാക്സിന് യാതൊരു മാറ്റവും നീ വരുത്തിയില്ലല്ലോടാ. കഷ്ടം തന്നെ. അതൊക്കെ ഇരിക്കട്ടെ, നീ എപ്പോഴാ ഈ പോലീസിന്റെ പണി തുടങ്ങിയത്? നിങ്ങളെ പോലുള്ളൊരു പണിയെടുക്കാത്തോണ്ടാണല്ലോ ഞങ്ങളെ പോലുള്ളവർക്ക് പണിയെടുക്കേണ്ടി വരുന്നത്. വലിയ വർത്താനവും പറഞ്ഞോണ്ട് നിൽക്കാതെ അവനെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. നിന്നെ പിന്നെ ഞാൻ എടുത്തോളാവേ. ഓ, വരവങ്ങ് വെച്ചിരിക്കുന്നു സാറേ. പിടിച്ചു കേട്ടോ, കൊണ്ടുപോടാ ഇങ്ങോട്ട്. ആ ജീപ്പി കേട്ട്. നമസ്കാരം. വന്നിട്ട് അധിക നേരമായോ? അതിൽ കാര്യമില്ല, ആവശ്യക്കാരൻ ഞാനായി പോയില്ലേ. ഇവിടെ നിന്ന് സംസാരിക്കാം. ആശ്രമത്തിനുള്ളിൽ വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കണ്ട.
അവിടുത്തെ തൂണിനും തുരുമ്പിനും വരെ എന്നെ ഒറ്റിക്കൊടുക്കാനുള്ള ത്വരയാ. വെറുതെ എന്തിനാ അതിക്കറി ചൊറിഞ്ഞ് ഉള്ള കിടപ്പാട ഇല്ലാതാക്കുന്നേ? ഇങ്ങനെ പോയാൽ അത് ശാലിനി തന്നെ ഇല്ലാതാക്കും. അതിനുള്ള മിനുക്കുപണികൾ അവള് നടത്തിക്കഴിഞ്ഞു എന്നാ ഞാൻ അറിഞ്ഞത്. അപ്പൊ അവൾ അവളുടെ ചിതയ്ക്ക് തന്നെ തീ കൊളുത്താൻ നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ വേണം അതിനെ കരുതാൻ. ഉടനടി അതിനുള്ള പണി തുടങ്ങണമെന്ന് സാരം. നമ്മൾ പണിയോന്ന് നാവ് കൊണ്ട് പറയുമ്പോ അവളത് പ്രവൃത്തി കൊണ്ട് കാണിച്ചു തരുന്നു. അല്ലെങ്കിൽ ആ ശിവനെ കൊണ്ട് അവൾ നടപ്പിലാക്കുന്നു. എന്റെ ചങ്കിനെ അവനും ആ CA റസാക്കും കൂടെ പിടിച്ചകത്തിട്ടിരിക്കുന്നത്. അത് മുന്നും പിന്നും നോക്കാതെ കണ്ണന്തിരിവ് കാണിക്കാൻ പോയിട്ടല്ലേ? ഇനി ഇങ്ങനെ ശാലിനിയും ശിവനെയും അഴിച്ചുവിട്ടിട്ട് കാര്യമില്ല. എന്ത് ചെയ്യാൻ പറ്റും അതറിയാനാ ഞാൻ വന്നത്. പണം ഒരു പ്രശ്നമല്ല. പ്ലാമൂട്ടുകാരുടെ അഭിമാനത്തിന്റെ കാര്യമായതുകൊണ്ട് അക്കാര്യത്തിന് യാതൊരു പഞ്ഞവും കാണിക്കില്ല. അവളുടെ പുക കാണണോ? അതോ നല്ല നാടൻ ചൂരൽ ഉപയോഗിച്ച് നല്ല പെട കൊടുത്തിട്ട് ആ കളക്ടർ കസേരയിൽ നിന്ന് ഇറങ്ങി ഓടിക്കോന്ന് പറയണോ? ചങ്കിനെ എടുത്ത് അകത്തിട്ട് എന്റെ പക ഉള്ളിലുള്ളതല്ലേ? പറ, എന്ത് ചെയ്യണം? പറഞ്ഞാ ചെയ്യുവോ? ഒന്നും നടക്കില്ല. ഷീസ് ഡിസ്ട്രിക്ട് കളക്ടർ, ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധി, അധികാരത്തിന് അധികാരവും ആളിന് ആളും ഉള്ളവൾ. അവളെ എന്ത് ചെയ്ത് കാണിക്കാനാ? നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളൊന്നും അവളിലേക്ക് എത്താത്തതിന്റെ കാരണവും അവളിരിക്കുന്ന കസേരയാ. ആ സ്ഥാനത്ത് അവളിരിക്കുന്ന കാലത്തോളം അവളെ നമുക്കൊന്നും ചെയ്യാനാവില്ല. അതിന്ന് അവൾ ഇറങ്ങണം. അധികാര കസേരയുടെ പിൻബലം ഇല്ലാതെ വെറും ഒരു സാധാരണ സ്ത്രീയായി അവളെ നമുക്ക് മുന്നിലെത്തിക്കണം. പറ്റുമോ? പറ്റുമെങ്കിൽ പണം ഞാൻ ഇറക്കാം. പകരം എനിക്ക് അവളുടെ കണ്ണിൽ നിന്ന് രണ്ടിറ്റ് കണ്ണുനീർ വീഴ്ത്തിയാൽ മാത്രം മതി. ശാരദയുടെ രക്തോ? അതങ്ങനെ ഇങ്ങനെയൊന്നും കരയുന്ന ടൈപ്പല്ല. അല്ലെങ്കിൽ പിന്നെ കണ്ണുനീരിന് പകരം കണ്ണിൽ നിന്ന് ചുടു രക്തം വീഴുന്ന പണി ചെയ്യണം. നോക്കട്ടെ ഏത് രീതിയിൽ അവക്കെതിരെ നീങ്ങാൻ പറ്റുമെന്ന്. ഡേവിസ് ഉറപ്പിച്ചോ, അവൾക്കെതിരെ ഒരു പണി വരും. അതൊരു 1.5 പണിയായിരിക്കും, ഉറപ്പ്. സത്യമേ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ അഡ്വക്കേറ്റിനെ കാണുന്നത്? എടാ, ഇനി ആലോചിക്കാനൊന്നുമില്ല. എന്റെ മോനെ കൊന്ന ശാലിനി ശിക്ഷിക്കപ്പെടണം. അഡ്വക്കേറ്റ് അരുണം ഇടുക്കിയ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ശിക്ഷ തന്നെ അവർ ശാലിനിക്ക് വാങ്ങിക്കൊടുക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കുക. എന്തും. അതാ ഇത് പിടിച്ചോ. നല്ല കുട്ടിയായിട്ടിരിക്കണേ വാവേ. അമ്മയ്ക്കൊന്ന് ഒരുപാട് ജോലി തിരക്കുള്ളതാ. നല്ല ചക്കര കുട്ടിയായിട്ടിരിക്കണേ. മോളെ ഞങ്ങള് നോക്കിക്കോളാം. അയ്യോ, വാ.